സന്ധ്യയൊക്കെ ആയപ്പോൾ നമ്മൾ പുതിയാലുള്ള ടൗണിൽ പോയിരുന്നു. കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി. അപ്പോൾ പൊരിപ്പ് സാധനങ്ങൾ, ഓണത്തിന് പൊരിപ്പ് സാധനങ്ങളൊക്കെ വന്ന് കിടപ്പുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ കയറിയപ്പോൾ അച്ഛൻ കുറച്ച് ചീനി തന്നിട്ട് അത് വീട്ടിൽ കൊണ്ടുവന്ന് രാത്രിയൊക്കെ ആയപ്പോൾ അത് വേവിച്ച്. പിന്നെ രാവിലെ ഏട്ടന് ചോറ് കൊണ്ടുപോകാനുള്ളത് ഇൻഡക്ഷൻ കുക്കറിനകത്ത് ആക്കി വെക്കും കേട്ടോ. അതാകുമ്പോൾ ശകലം പണിയൊക്കെ തീർന്ന് കിട്ടും. പിന്നെ കുറച്ച് പാത്രമുണ്ട്, അതൊക്കെ കഴുകി വെച്ച്. പിന്നെ ചീനി നല്ല പുട്ട് പോലെ വെന്ത ചീനി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ചീനി ഉണ്ടെങ്കിൽ എൻ്റെ ചോറിൻ്റെ കൂടെ വേറെ കറിയൊന്നും വേണ്ട, ചീനിയും മീൻ കറിയും കൂട്ടി മാത്രം തിന്നും കിട്ടും. പിന്നെ ചോറ് തിളച്ച് പിന്നെ അത് ഇൻഡക്ഷൻ കുക്കറിലോട്ട് ഇറക്കി വെച്ച്. രാവിലെ പിന്നെ കാപ്പിയും അതുപോലെ കറിയൊക്കെ ആക്കിയാൽ മതി, പകുതി ജോലി ഒതുങ്ങി കിട്ടും. പിന്നെ ചോറുണ്ടാകുന്ന ദിവസങ്ങളെല്ലാം ഇങ്ങനെ തന്നെ ചെയ്യുന്നത്, അല്ലാത്തപ്പോൾ അടുപ്പിലാണ് വെക്കുന്നത് നമ്മൾ അരി. പിന്നെ രാത്രി ചോറിൻ്റെ കൂടെ മീൻ കറിയും അതുപോലെ ചീനി വേവിച്ചതും മുളക് കറിയും അതേപോലെ തോരനും വറുത്തമീനും ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിച്ച് കയറി കിടന്ന് രാവിലെ ആയപ്പോൾ നല്ല അന്തരീക്ഷമായിരുന്നു കേട്ടോ. രാവിലെ പേട്ടന് ചോറ് കൊണ്ടുവന്നുകൊണ്ട് പിന്നെ ചോറും വെന്ത് പിന്നെ ഞാൻ അടച്ചിട്ട് പിന്നെ കൊടുത്തു വിടാൻ. പിന്നെ കുറച്ച് പച്ചമീൻ ഇരിപ്പുണ്ട്, അത് വറക്കുകയും ചെയ്ത്. ചോറിൻ്റെ കൂടെ മുട്ട പൊരിച്ചതും ഉണ്ടായിരുന്നു, അതുപോലെ ചീനി വേവിച്ചതും ഉണ്ടായിരുന്നു. രാവിലെ പിന്നെ കാപ്പി ഉപ്പുമാവായിരുന്നു കേട്ടോ. അതിനിടെ പിന്നെ മീൻകറി കുറച്ച് പറ്റിച്ചൊഴിച്ച്. പിന്നെ നമ്മുടെ മുട്ടത്തോരൻ ഉണ്ടാക്കി. അതാകുമ്പം ചോറിൻ്റെ കൂടെയും പോകും ഉപ്പുമാവിൻ്റെ കൂടെയും പോകും. പിന്നെ കാപ്പി ഉപ്പുമാവ് ഉണ്ടാക്കി. ഏട്ടൻ പിന്നെ ഉപ്പുമാവ് കഴിക്കാത്തതുകൊണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, മാഗി ഉണ്ടായിരുന്നു കേട്ടോ, അത് മാഗി ഉണ്ടാക്കി വെച്ച്. പിന്നെ ഉപ്പുമാവ് പിന്നെ കൊടുത്തു വിട്ട്, ഉപ്പുമാവിൻ്റെ കൂടെ മുട്ടത്തോരനും കൂടി ആക്കി കൊടുത്തു വിട്ട് കേട്ടോ. കാപ്പി തട്ടത്തിനകത്താക്കി എല്ലാം റെഡിയാക്കി വെച്ച്. പിന്നെ മാഗി ഉണ്ടെന്ന് മാഗിയും കട്ടൻ ചായയും കൂട്ടി രാവിലെ കാപ്പി അത് ഏട്ടന് കഴിക്കാൻ കൊടുത്തു കേട്ടോ. ഉറക്കത്തെ എണീച്ച് വന്ന് വെളിക്കത്തെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ വാഴയില വാട്ടി അതിനകത്തൊരു ചോറും മുട്ട പൊരിച്ചതും അതേപോലെ തന്നെ ചങ്കലവ വറുത്ത ഉണ്ടായിരുന്നു കേട്ടോ. അതും പിന്നെ ഒരു ചീനി വേവിച്ചത് പിന്നെ കുറച്ച് വാഴയിലക്കകത്താക്കി അല്ലാതെ വെച്ച് കൊടുത്ത്. പിന്നെ കറി പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ വെക്കത്തില്ല, അല്ല പാട്ടയ്ക്കകത്താക്കി കറി വെക്കത്തുള്ളൂ. അതാകുമ്പോൾ ഇതിനകത്തോട്ട് കളയത്തില്ലല്ലോ. കറി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം അത് കവറിനകത്തൊക്കെ ആവും. അതുകൊണ്ട് ഞാൻ വേറെ വേറെ ഇതായിട്ടാണ് വെക്കുന്നത്. പിന്നെ പിങ്ക് മാഗി രാവിലെയുള്ള ചോറും മുട്ട പുഴുങ്ങിയതും കൂട്ടി കൊടുത്ത്. മുട്ട പിന്നെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് കേട്ടോ. പിന്നെ ഏട്ടൻ പിന്നെ പോകാൻ റെഡിയായി, അങ്ങനെ ഏട്ടൻ ഇറങ്ങി. പിന്നെ ഞാനും പിങ്കി കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക. അടുത്ത വീട്ടിൽ കാണാവേ, ബൈ.